ഡോക്ടറെ, നിങ്ങൾ ഏർത്ത ഗൈനക്കോളജിസ്റ്റാ? നിങ്ങൾ എന്റെ ഭാര്യക്ക് പ്രസവം നിർത്താനുള്ള PPS ഓപ്പറേഷൻ നടത്തിയിട്ടില്ലേ? നടത്തിയോ? ആ ശരി, ആയിക്കോട്ടെ. എന്നിട്ട് എന്താണ്? അവള് വീണ്ടും ഗർഭിണിയായി. നടത്തിയോ? കൺഗ്രാറ്റുലേഷൻ. എത്ര പ്രായപ്പോ? എനിക്ക് 70 വയസ്സ്. 70 വയസ്സാണ്? ഭാര്യക്കോ? ഒക്കെ 48. അപ്പൊ എന്താ അത്ര വലിയ ഡിഫറൻസ് വന്നത് ഏജില്? അത് ഞാൻ 2ാം ഘട്ടാണ്. അതെയോ? ഭാഗ്യവാനാണ്. ശരി ശരി ശരി. ഭാഗ്യവാനാണ്. ഏതാണ്? നിങ്ങൾ ആസ്പത്രിയിൽ വന്നിട്ട് പ്രസവം നിർത്തി എന്തിന്? ഇനി കുട്ടികളില്ലാണ്ടിരിക്കാനല്ലേ? അതെ. എന്നിട്ട് പിന്നെ 2ാമത് നിങ്ങൾ കുട്ടികൾ ഉണ്ടാവുന്നെന്ന്? അല്ല, അതിപ്പോ എന്നോട് പറഞ്ഞ കാര്യം അതൊക്കെ ദൈവത്തിന്റെ ഒരു കടാക്ഷാണ്. അങ്ങനെ വിചാരിച്ചാ മതി നിങ്ങള്. ഇനിയിപ്പോ ഞാനൊന്നും ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനിപ്പോ പേരക്കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ ഒരു കുട്ടീനെ കൂടി നോക്കിയാ പോരാ? അത്രയല്ലേ ഉള്ളൂ. പറയുന്നത് അല്ലാണ്ട് ഞാൻ എന്താ പറയണത്? ഇതൊക്കെ സാധാരണ പതിവാണ്. എങ്ങനെയാണ് ഇത് ചെയ്യുന്ന? ഈ ഓപ്പറേഷൻ എന്തിനു ചെയ്യുന്നത്? റയർ കേസുകൾ ഇങ്ങനെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, അത് ഭാര്യന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവല്ലോ. ഭാര്യ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തില്ലേ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത്? അതിൽ അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ വായിച്ചു നോക്കി. എന്തെന്നാ നിങ്ങൾ പറയുന്നത്? ഞാനിപ്പോ എന്നാ വേണ്ടേ? എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ അതൊക്കെ മുമ്പ് ആലോചിക്കേണ്ടതാണ്. അല്ലാതെ പിന്നോട് വന്നിട്ട് ഇപ്പൊ എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത്? എന്താ ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് കാര്യം എന്നാ ഞാൻ ചോദിക്കുന്നത്? പിന്നെ അബോർഷനുള്ള സാഹചര്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ചെയ്യും. എന്റെ ഭാര്യ ഗർഭിണിയാതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങളുടെ പേരും ആസ്പത്രിയുടെ പേരും ഞാൻ കേസ് കൊടുക്കും. സംശയമില്ല. അതന്നെ പറഞ്ഞേ. എന്താ ഇയാള് പറയണത്? വേണ്ടാത്ത ഓരോ കാര്യങ്ങൾക്ക് നിന്നിട്ട് എന്റെ നെഞ്ചത്ത് കയറുകയാണ്. 10-70 വയസ്സായിട്ട് വെറുതെ കുത്തിയിരിക്കുകയല്ല. എന്തൊരു കഷ്ടാന്ന് ആലോചിച്ചേക്ക്. ഭാര്യനോരും പോണവരൊക്കെ ഈ നിലയ്ക്കായാല്. കാണാനാണോ? ഏത് ഡോക്ടറെ കണ്ടു? ഇവിടെ 3 ഡോക്ടർമാരുണ്ട്. ആരെയാ കണ്ട്? ആരെയും പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ? ആരാ നല്ല ഡോക്ടർ? അങ്ങനെ ചോദിച്ചാൽ ഇവിടെ എല്ലാം നല്ല ഡോക്ടർമാരല്ലേ? ആരും മോശം ഉണ്ടാവും നമ്മളെ ഹോസ്പിറ്റലിൽ? എന്നാലും ഉള്ളതില് ഇപ്പോ ഇന്നിപ്പോ 2 ഡോക്ടർമാർ നല്ല ബിസിയാ. അവർക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ ഫുള്ളായി. ഇനിയിപ്പോ ഒഴിവുള്ള ശീതളൻ സാറാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2 ഡോക്ടർമാര് നല്ലതാണ്, അവർക്ക് തിരക്കാം. മറ്റേ ആൾ കൊള്ളില്ലാത്തോണ്ടാണ്. അല്ലല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. കൊള്ളൂലെന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കില്ല നിങ്ങള്. എല്ലാം നല്ല ഡോക്ടർമാരാണ്. മറ്റുള്ള ഡോക്ടർമാർ ഇന്നലെ ബുക്കിംഗ് ആയിപ്പോയി. അവർക്ക് ഇയാൾ മാത്രമേ ഒഴിവുള്ളൂ. അതാണ് ശീതളൻ സാറ്. ഒരുപാട് പേരെടുത്ത ആളല്ലേ? ലേഡി ഡോക്ടേഴ്സ്. ലേഡി ഡോക്ടേഴ്സ് ഒരാളുണ്ട്, അയാൾ തിയേറ്ററിലാണ്. ഡോക്ടറെ കാണാം. ഇത്ര വലിയ ആശുപത്രിയിൽ പൊട്ട ഡോക്ടറൊന്നും വെക്കുന്നില്ല. വന്ന പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളെ ഡോക്ടർമാരല്ലേ കാണിക്കുന്നത്? പേര് പറയുന്നത്? മണ്ടോദരി. മണ്ടോദരി. ഭർത്താവ് പേരെന്താ? മന്മഥൻ. മണ്ടോദരി മന്മഥൻ. കൊറേ നേരം വെയിറ്റ് ചെയ്യണോ? ഒരു 2 മണിക്കൂർ നിൽക്കേണ്ടി വരും. 2 മണിക്കൂറോ? അത്ര അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ ഇന്നിപ്പോ നേരിട്ട് വന്ന് ചെയ്തല്ലേ? ഇന്നലെ ബുക്കിംഗ് എടുത്ത ആൾക്കാരുണ്ടേ, അതാണ്. സാറില്ല, ഇവിടെ ക്യാൻറ്റീനില്ലേ? ക്യാൻറ്റീൻ ക്യാൻറ്റീനിൽ കയറി മസാല ദോശ. ക്യാൻറ്റീൻ ഒരു മസാല ദോശക്ക് മേടിച്ചു കൊടുക്കി. ഈ കാർഡ് ഇത് 3ാം നിലയിൽ 2ാമത്തെ റൂമിലാട്ടോ. ശരി, ചെല്ലുന്നത് ഇങ്ങോട്ട് പോയിക്കോളി. ക്യാൻറ്റീനിൽ മണ്ടു. അയ്യോ, ചേട്ടൻ ഇവിടെ ആയിരുന്നല്ലേ? ഇതെന്റെ കൂട്ടുകാരില്ലേ അമൃത, ഹസ്ബൻഡ്. പറയാറുണ്ട്. മണ്ണായിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങള് കല്യാണം കഴിഞ്ഞപ്പോ വീട്ടിലൊക്കെ വന്നിരുന്നു. അതല്ലേ? ഓർമ്മയില്ലേ? മണ്ടു എന്താ ഇവിടെ? ചെറിയൊരു വിശേഷമുണ്ട്. ആണാ? എത്ര മാസമായി ഇപ്പൊ? ജസ്റ്റ് ഇപ്പൊ അറിഞ്ഞതേ ഉള്ളൂ. ശരി, അവൾക്കും വിശേഷമുണ്ട്. ഇപ്പൊ 4 മാസമായി. ആണോ? അതെ, ഇവിടെ ഏത് ഡോക്ടറാ നല്ലത് ഗൈനക്കിന്? ഇപ്പൊ ഏത് ഡോക്ടറെ കാണാൻ ചീട്ടെടുത്ത്? ഇപ്പൊ ശീതളൻ സാറിനെ. അതെ, നിങ്ങളൊന്ന് ഇവിടെ കാണിക്കാൻ നിൽക്കണ്ട. എനിക്കിവിടെ ജോലി ഉണ്ടായിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എൻ്റെ വൈഫിനെ കാണിക്കുന്നത്. ഇവിടുത്തെ ഡോക്ടർമാർക്ക് ഈ ആശുപത്രി സംരക്ഷിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, നമ്മളെ ചികിത്സിക്കാനല്ല. ഇപ്പം ഈ ശീതളൻ സാറില്ലേ, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ടെസ്റ്റ് എഴുതി തന്നിട്ട് പൈസ മേടിക്കും. പിന്നെ കെയറും ഇല്ല. എൻ്റെ സുഹൃത്തെ ഞാൻ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു നമുക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ പോകണം, പക്ഷെ കേൾക്കൂല. പിന്നെ ഈ
ഇത്രയും വലിയ ആശുപത്രിയിൽ നല്ല സംവിധാനങ്ങളില്ലേ? എൻ്റെ മണ്ടോ ആശുപത്രിയുടെ വലിപ്പം നോക്കണ്ട. ഇപ്പം ഇതിലും കെയറും സംവിധാനവും ഒക്കെ ഗവൺമെൻറ് ആശുപത്രിയിലാണ്. കണ്ടോ? അപ്പൊ അവൾ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലേ? അവളെ ഞാനിവിടെ കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല നമുക്ക് ഗവൺമെൻറ് ബസ്സിൽ നല്ല ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഒരു 400 രൂപ നമ്മളിവിടെ കൊടുത്തു, അതൊന്ന് ക്യാൻസൽ ചെയ്ത് തിരിച്ചു മേടിക്കാൻ പറ്റുമോ? ഇപ്പം 400 അല്ലേ കൊടുത്തുള്ളൂ. അത് കിട്ടൂല തിരിച്ച്. ഇപ്പം ഡോക്ടറെ കണ്ടുവെച്ചെങ്കിൽ 4000 പോയാനെ. നിങ്ങളൊരു പണി ചെയ്യും, അല്ലല്ല, എന്തായാലും 400 കൊടുത്താലേ ആ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പോവാം. സിനിമ നടനാ 400 കൊടുത്തിട്ട് കയറി ടിക്കറ്റ് എടുത്ത് കാണാൻ. ഇഷ്ടമുള്ളത് ചെയ്യും. അല്ല ചേട്ടന് 400 രൂപ കൊടുത്തല്ലേ, അപ്പൊ കാണാലോ എന്ത് പറയുന്നറിയാലോ. ഒന്ന് കാണാം. എന്തായാലും ഒന്ന് വെറുതെ കണ്ടിട്ട് വരാം. നമസ്കാരം. എന്താണ്? അല്ല ഞങ്ങള് കാർഡില് നോക്കിയപ്പോ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു, കാർഡ് വാങ്ങിയിട്ട്. അതെയോ? പോസിറ്റീവ് ആണ്. 2 വരെ വന്നു. ഓ ശരി, കൺഗ്രാചുലേഷൻ. താങ്ക് യു. ശരി. എന്താണ് കുട്ടിയുടെ പേര്? ആൺകുട്ടിയാണെങ്കിൽ സന്ദീപ് എന്നും പെൺകുട്ടിയാണെങ്കിൽ സംഗീത എന്നും ഇട്ടാന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അത് കുട്ടി ഉണ്ടായിട്ടില്ല നമുക്ക്. ഈ കുട്ടിയുടെ പേരെന്താണ്? മണ്ടോദരി. ഓ ശരി. എന്താ അപ്പോ വോമിറ്റിംഗ് ടെൻഡൻസി വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. മസാല ദോശത്തിനുള്ള ഒരു കൊതി അങ്ങനെയൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, നമ്മൾ മേടിച്ചു കൊടുത്താൽ തീരാവുന്ന കൊടുത്തു. ഇവിടുത്തെ ക്യാൻറ്റീനിൽ പറഞ്ഞ മേടിച്ചു കൊടുത്തു. ശരി. ആയിക്കോട്ടെ. പിന്നെ എന്താണ്, ശ്വാസം മുട്ടലുണ്ടോ നിങ്ങൾക്ക്? ശ്വാസം മുട്ട് ഈ ആശുപത്രിയിലോട്ട് കയറി വന്നപ്പോൾ ചെറിയ ശ്വാസം മുട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. തന്റെ ശ്വാസം മുട്ട് അവിടെ കിടക്കട്ടെ, ഈ കുട്ടിക്ക് ശ്വാസം മുട്ടുണ്ടോ എന്നാ ചോദിക്കണത്. എനിക്ക് പനി വരുമ്പോ ഇടയ്ക്ക് തണുപ്പ് കാലത്തൊക്കെ ശ്വാസം മുട്ടൽ ഇടയ്ക്ക് വരാറുണ്ട്. അതെ, പ്രശ്നമാണല്ലോ. പിന്നെ നമ്മളിങ്ങനെ കുമ്പിട്ട് നിൽക്കുമ്പോഴേ കുറെ നേരം ഇങ്ങനെ കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ നടുവിനൊരു വേന ഉണ്ടോ? അത് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഉണ്ട്. പ്രശ്നമാണല്ലോ. ശരി, ആ കണ്ണൊന്ന് കാണിക്കും. കാക്കുന്നിട്ട് ചെവിന്ന് കാണിക്കും. കുഴപ്പമില്ല. എന്താ ചെവിയിൽ എന്താണ്? അല്ല, ഞാൻ കാതിൽ കേൾക്കണത് ഗോൾഡ് അല്ലേ അത്? നല്ലതാണ്. കഴുത്തിനും കാതിലൊക്കെ ഉള്ളതേ നല്ല ചെലവ് വരണല്ലേ. നിങ്ങൾക്ക് പോയി കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രശ്നമാണ്. എന്തായാലും കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്യേണ്ടി വരുന്നു കേട്ടോളി. ESR, HIV, HbT3 ഒക്കെ എടുക്കേണ്ടി വരും. പിന്നെ CT സ്കാൻ ഒന്ന് എടുക്കുക. അല്ല, CT സ്കാൻ ഇപ്പൊ നമുക്ക് അത് നോക്കട്ടെ. CT സ്കാൻ എടുത്തിട്ട് അങ്ങനെ നോക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് MRI എടുത്തിട്ടേ അത് കാര്യം എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കാം കേട്ടോളി. പ്രശ്നമാണല്ലോ. എന്ത് പ്രശ്നം? MRI എടുക്കുന്ന ഒരു പ്രശ്നമല്ല, വെറുതെ ആൾക്കാർ പറയണതാണ് സ്കാൻ ചെയ്ത പ്രശ്നമാണ് നോക്കുക. അതല്ല ഡോക്ടറെ, പൈസയുടെ പ്രശ്നമുണ്ടല്ലോ ഞങ്ങൾക്ക്. പൈസയുടെ പ്രശ്നമുണ്ടോ? അതെ. ഇതിപ്പോ ഇന്ന് ഈ ടെസ്റ്റ് ഒന്നും ചെയ്യാനുള്ള കാശ് ഞങ്ങൾ കരുതിയിട്ടില്ല. പക്ഷെ നിങ്ങളെ കണ്ടാ തോന്നില്ല, നല്ല കാശുള്ള മാതിരി തോന്നുന്നത്. വെറുതെ ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് പോകുന്നത്. ടെസ്റ്റ് ഞങ്ങൾ നാളെ ഒന്ന് ചെയ്യാം. എന്നെ ഇപ്പൊ വെറുതെ വീട്ടിൽ വന്ന് കണ്ടാൽ മതിയായിരുന്നു. ഇത്രയും ദൂരം നടക്കണ്ടായിരുന്നില്ല ഈ ഗർഭിണിയായ കുട്ടീനെ കൊണ്ട്. അപ്പൊ അത് ശരി. നാളെങ്കിൽ നാളെ. അപ്പൊ നാളെ കാശിന് പ്രശ്നമില്ലല്ലോ. എന്ത് പ്രശ്നം? നല്ല വലിയ പ്രശ്നമുള്ളൂ. അല്ല, പൈസ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. എന്നാലും ഡോക്ടറെ, നമുക്കിപ്പോ ഇവിടെ ഈ ഒരു ഡെലിവറി നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഒരു ഉദ്ദേശം എത്ര രൂപ ചെലവ് വരും? അല്ല, അതിപ്പോ നാട്ടു നടപ്പ് പോലെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിപ്പോ പ്രസവം എന്നൊക്കെ പറയുമ്പോ 1-2 ലക്ഷം ഉറുപ്പ്യ കാണേണ്ട വരുന്നത്. എന്താണ് വെറുതെ നമുക്കൊരു കുട്ടീനെ കിട്ടുകയല്ലേ, നല്ല രീതിയിൽ ആവണ്ടേ. ഇപ്പത് നോർമൽ പ്രസവമാണെങ്കിൽ നമുക്ക് 1 ഉറുപ്പ്യയിലൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നിർത്താം നമുക്ക്. ഞാൻ എന്തായാലും ഒരു ലോൺ അപ്ലൈ ചെയ്യുന്നുണ്ട് ഓഫീസിൽ. ശരി, ആയിക്കോട്ടെ. ഞങ്ങൾ നാളെ വന്നോളാം ഡോക്ടർ. ആയിക്കോട്ടെ. സന്തോഷം. സമാധാനമായ ഇനി സർക്കാർ ആശുപത്രിയിലോട്ട് പോവാമോ? വാങ്ങോട്ടെ.